കാപട്യത്തിൽ നിന്ന് മോചനം, അതുപോലെ നരകത്തിൽ നിന്ന് മോചനം ആരും ആഗ്രഹിക്കുന്നതാണ്. നരകമോചനം നമ്മളൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ്, ചോദിക്കേണ്ടതാണ്. കാപട്യത്തിൽ നിന്നുള്ള മോചനവും അതൊരു വഷളൻ സ്വഭാവമാണ്. പടച്ച റബ്ബ് നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാട്ടെ. മുഅ്മിനീങ്ങളിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകുമെന്നും ഇന്നാലിന്ന ലക്ഷണങ്ങൾ കാപട്യത്തിൻ്റെ ലക്ഷണങ്ങളാണെന്നും ഒക്കെ ഹദീസിൽ വന്നത് നമുക്കൊക്കെ അറിയാം. നമ്മിൽ പലരും അങ്ങനെയുള്ള ആശങ്കയിലുമാണ്. പടച്ച റബ്ബ് കാത്തുരക്ഷിക്കുമാറാട്ടെ. ഈ രണ്ട് വിഷയങ്ങളിൽ നിന്ന്, നരകത്തിൽ നിന്നുള്ള മോചനവും കാപട്യത്തിൽ നിന്നുള്ള മോചനവും കിട്ടാനുള്ള നല്ലൊരു മാർഗം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാൻ പറ്റും. മഗ്രിബ് നിസ്കരിച്ച ഉടനെ, അഥവാ മഗ്രിബിന്റെ പ്രധാനപ്പെട്ട ദിക്റുകളൊക്കെ കഴിഞ്ഞ ഉടനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ ഇഖ്ലാസ് സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്ത് ഓതുക. അൽ വസായിലു ഷാഫിഈൽ ബഹുമാനപ്പെട്ട അൽ മുഹദ്ദിസ് മുഹമ്മദ് ഹുസൈനി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കൊണ്ടുവന്നതായി കാണാൻ പറ്റും. മഗ്രിബ് നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം സ്വല്പം വേഗത്തിൽ, അഥവാ മഗ്രിബ് നിസ്കരിച്ച് കൂടുതൽ സമയം വൈകാതെ നിർവഹിക്കുന്നത് നല്ലതാണെന്ന് മഹാനവറുകൾ അതിൽ പറയുന്നുണ്ട്. കാരണം മഗ്രിബ് നിസ്കാരത്തോടൊപ്പം വാനിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു നിസ്കാരമാണ് മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ദിക്റുകളൊക്കെ ശേഷത്തേക്ക് മാറ്റിയിട്ട് പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ആ 2 റക്അത്ത് നിസ്കാരത്തിൽ ഈ പറയപ്പെട്ട സൂറത്തുകൾ പതിവാക്കുക. കാപട്യമോചനവും നരകമോചനവും ഉണ്ടാകും. ഭൗതികമായ സംസാരങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിരിക്കണം എന്ന നിബന്ധന കൂടെ അതിന് പറയപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ.